दास के लिए धन्यवाद। നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അടങ്ങാത്തൊരാഗ്രഹം വേണം, എന്റെ വീണ്ടെടുപ്പുകാരനെ എനിക്കൊന്ന് കാണണം. हमारे हृदय के अंदर एक हमेशा ना समाने वाला एक इच्छा होना है कि मेरे छुड़ाने वाला परमेश्वर को मुझे देखना है। ഒരിക്കൽ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ യാത്രയുടെ അന്ത്യത്തിങ്കൽ എനിക്ക് എന്റെ ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിയുമെങ്കിൽ 7 നരകത്തിൽ കൂടി കടന്നുപോയാലും 7 മരണത്തിൽ കൂടെ കടന്നുപോയാലും എനിക്ക് ഭാരമില്ല. അകത്തൊരു പ്രത്യാശയുണ്ട്, ഈ യാത്രയുടെ അന്ത്യത്തിങ്കൽ മുഖാമുഖമായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. एक भक्त एक समय इस प्रकार से कहा कि यदि मैं अपने जीवन की इस यात्रा में चाहे कितने बड़ी दुख से और कितने बड़े संकट से भी होकर जाना पड़े, मेरा एकमात्र आग्रह यह है कि मेरे वो छुड़ाने वाला परमेश्वर को मुझे उस अंत के समय आमने सामने देखना है। എല്ലാ ദിവസവും രാവിലെ ദാവീദ് മുഴങ്കാലിൽ നിന്ന് ദൈവമുഖത്തേക്ക് നോക്കി പറയും, ദൈവമേ, നീ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും. അവിടാണ് തൻ്റെ ജീവിതത്തിന്റെ രഹസ്യം കിടക്കുന്നത്. और हर समय दाऊद जो है प्रभु के सामने हमें घुटने में टेक कर इस प्रकार से प्रार्थना करते हैं, प्रभु से कहते हैं कि प्रभु आप ही मेरा बल है, आप ही मेरा छुड़ाने वाला है, आप ही मेरा दृढ़गढ़ है। ദൈവത്തെ മുഖാമുഖം കണ്ടാൽ എന്തും ഫേസ് ചെയ്യാൻ നമുക്ക് ബലം ഉണ്ടാവും. यदि हम प्रभु को हमारे जीवन में सामने देखते हैं तो हम हमारे सामने आने वाले कोई भी संकट क्यों ना हो, उसे सामना करने का सामर्थ्य हमारे जीवन में होगा। ഒരിക്കൽ ഒരു ആന്റി മരണാസന്നെ കിടക്കുക, വളരെ ദുഃഖിതരായി. കടന്നു വരുന്നവർ വരെ ദുഃഖിപ്പിക്കുന്നു. ഒരു ദിവസം രാവിലെ ദൈവത്തിന്റെ തേജസ് ഇവര് കണ്ടപ്പോൾ ഇവരുടെ മുഖം അങ്ങ് തിളങ്ങി, വളരെ സന്തോഷവതിയായി കണ്ടപ്പോൾ പാസ്റ്റർ രാവിലെ വിസിറ്റ് വന്നപ്പോൾ ചോദിച്ചു, വൈ ആർ സോ ഹാപ്പി ഗ്രാനി എന്ന് ചോദിച്ചു. एक समय एक आंटी जो है अपने मृत्यु के उस निकट समय पर अपने बिस्तर पर जब वो लेटी हुई थी, तब उनके चेहरे में बहुत किरणों से रोशनी से भरे हुए थे, बहुत आशा से भरी हुई थी सब। तब उनके पास उनके प्रभु के दास आकर पूछा, आंटी आपके चेहरे में इतनी रोशनी और इतनी खुशी क्यों है?" അപ്പം ആ കഥാദാസി പറഞ്ഞു, ഇന്ന് വരെ ഇല്ലാത്ത ഒരു ദർശനം എനിക്ക് കിട്ടി, ദൈവത്തെ ഞാൻ കണ്ടു. അപ്പൊ ഇനി എനിക്കൊരു നിരാശയില്ല, രോഗത്തെ വിഷയമില്ല. എനിക്ക് ഒന്നേ ഉള്ളൂ, ദൈവത്തെ കണ്ടപ്പോൾ ആ വെളിച്ചം എൻ്റെ മേൽ അടിച്ചു. ഒരു വാക്കുടനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. आंटी ने इस प्रकार से प्रभु के दास को जवाब दिया कि आज तक मैंने ना देखा हुआ एक रोशनी मैंने अपने जीवन में देखा है, और साथ साथ वो परमेश्वर की आवाज को मैं सुनी है कि मैं तुझे कभी नहीं छोड़ने वाला या कभी ना त्यागने वाला परमेश्वर हूँ। അപ്പം ഈ പാസ്റ്റർ ഹൈലി ക്വാളിഫൈഡ് ആണ്. പാസ്റ്റർ പറഞ്ഞ ഇത് ഗ്രീക്കില് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ നെവർ നെവർ ലീവ് യു എന്ന്. ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും എന്ന് അമ്മച്ചിക്ക് ഗ്രീക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. तो ये जो पासवान हैं अच्छे पढ़े लिखे थे, तो उस प्रकार से उस आंटी जो है उनको ये बात को समझा कर दिया कि ये जो प्रभु ने ये जो शब्द कहा है या वह जो वचन कहा है कि मैं तुम्हें कभी नहीं छोड़ूंगा, वो यूनानी भाषा में 2 बार कभी नहीं ऐसा बताया है, ये उनको समझा कर दिया। ഇനി അമ്മച്ചി മറുപടി പറയുക, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് 2 പ്രാവശ്യം പറയണം, എന്നോട് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതിയെന്ന്. अब ये जो बूढ़ी जो माता जी हैं इस प्रकार से उनको जवाब दे रहे थे कि आप जैसे जवानों को 2 बार बोलने की आवश्यकता होगा, पर मुझे एक बार कहने से काफी हैं। ഈ ദൈവത്തെ കണ്ടാൽ നമ്മുടെ മുഖത്തിന്റെ ഒരു മാറ്റം ഉണ്ടാകും. यदि आप प्रभु को देखेंगे तो आपके चेहरे पे एक बदलाहट दिखाई देगा। ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ ദൈവത്തെ കാണും അല്ലേ? ബെന്ന് പാടിയ പോലെ നമുക്ക് ദൈവത്തെ കാണും. അപ്പം നമ്മുടെ പ്രയാസങ്ങൾക്കപ്പുറം, വേദനയ്ക്കപ്പുറം ദൈവത്തെ കാണും. जैसे भी क्यों ना हो, हम एक ना एक दिन हमारे परमेश्वर को हम आमने सामने देखने वाले हैं। जैसे प्रभु के दास ने हमारे बीच में गीत को गाए कि हम हमारा प्रभु को देखने जा रहे हैं। ഒരു 100 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ എണ്ണം ഇവിടെ കാണത്തില്ല.
100 साल यदि बीत जाए तो यहाँ पर बैठे हुए हम में से कोई भी यहाँ दिखाई नहीं देगा। 250 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പേരോ നമ്മുടെ സർട്ടിഫിക്കറ്റോ നമ്മുടെ പ്രൂഫോ നമ്മുടെ ഫയലോ നമ്മുടെ ആരോ ഒന്നും കാണത്തില്ല. एक 250 साल बीत जाने पर ना तो हमारा नाम यहाँ पर रहेगा, ना हमारा कोई दस्तावेज या हमारा कोई कोई नाम या निशान यहाँ पर दिखाई नहीं देगी। അതുകൊണ്ടാണ് ഒരു ഭക്തന്റെ സന്തോഷം ഇവിടെയല്ല, പെട്ടിക്കപ്പുറ. इसीलिए हमेशा कहा जाता है कि एक भक्त का आनंद इस दुनिया में टिका हुआ नहीं है, परंतु इस दुनिया से परे एक अनंत जीवन में हमें बसे रहते हैं। നമ്മൾ കാണുന്നതിനപ്പുറം, നമ്മുടെ രോഗങ്ങൾക്കപ്പുറം, നമ്മുടെ നിരാശകൾക്കപ്പുറം, നമ്മുടെ ദുഃഖങ്ങൾക്കപ്പുറം ഒരു ദൈവത്തെ കണ്ട ഭക്തന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. हम हमारे जीवन में देखने वाले निराशाओं से बाहर और हमारे दुख से बढ़कर आमीन हमारा प्रभु को देखने वाला एक अनुभव हमारे जीवन में होना है। എൻ്റെ ചർച്ചിൽ ഒരു അങ്കിളുണ്ട്, 71 years. ഈ കഴിഞ്ഞ ദിവസം ഈ ഡിക്റ്റേറ്റ് ഡയഗ്നോസ് ചെയ്തു, ക്യാൻസർ 4th സ്റ്റേജ് ആണ്. അവിടെ പ്രത്യാശ ഒന്ന് കാണണം, സാക്ഷ്യം കേൾക്കണം. ഒരു നിരാശയില്ലാത്ത ആ കുടുംബത്തിന്റെ മക്കളും അടുത്തില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു ദൈവഭക്തന്റെ പ്രത്യാശ ഇവിടെങ്ങും കിടക്കുന്നതല്ല, അത് നമ്മുടെ മരണത്തിനപ്പുറം, പെട്ടിക്കപ്പുറം, നമ്മുടെ ദുഃഖങ്ങൾക്കപ്പുറം, വേദനക്കപ്പുറം ദൈവത്തിന് മുഖാമുഖമായി കണ്ട് സംസാരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. एक ഹല്ലേലൂയ. एक अंकल हैं जो 71 वर्ष का है। पिछले दिनों में 4th स्टेज कैंसर से उन्हें उनका इलाज के समय पता लगाया गया, लेकिन उनके जीवन में जो आशा है और उनका जो गवाहियां हैं वो सुने तो हम बहुत आश्चर्यचकित रह गए, क्योंकि ना तो उनके बच्चे ना कोई उनके आसपास में होने के बावजूद भी उनके जीवन में इतनी आशा और खुशियों से परमेश्वर ने उनको भर कर रखा है। ഞാൻ പലപ്പോഴും ദൈവത്തെ മുഖാമുഖം കാണുന്ന വചനത്തിന്റെ മുമ്പിലാ. അപ്പൊ നമ്മളെയും ദൈവത്തെ മുഖാമുഖമായി ഇരുത്തും ദൈവത്തിന്റെ വചനമാണ്. और प्रभु के दास इस प्रकार से कहते हैं कि कई बार वे प्रभु के उस उपस्थिति को और प्रभु का दर्शन को वचन के सामने वे अनुभव करते हैं। तो हम और आप सभी के जीवन में यही अनुभव रहना है कि हमें प्रभु को देखने का वो अनुभव, जो वचन के पास हम आते हैं तब ही हमें अधिकतर समय महसूस होता है। ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ദൈവം ഇങ്ങനെ തിളങ്ങി നിൽക്കുക വചനത്തിനകത്ത്. ആമേൻ. और यदि हम वचन के अंदर देखें तो उत्पत्ति के पुस्तक से लेकर प्रकाशित वाक्य के पुस्तक तक हमारा प्रभु, हमारा परमेश्वर जो है वे हमेशा उस विराजमान अनुभव में दिखाई देता है। ഇന്നത്തെ പാട്ടും മെസ്സേജോടെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഊർജം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാ. और जब गीत और संदेश के होने के बाद आप में एक जान या एक ऊर्जा प्राप्त होगी, ये बात का निश्चय है। നമുക്കൊരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 23 verse 3, 4, 5, 3 to 5. हम एक आयत को पढ़ेंगे, अय्यूब की पुस्तक उसके 23वें अध्याय उसके 3 से लेकर 5 आयत तक। യോ പറയാണ്, भला होता कि मैं जानता कि वो कहाँ मिल सकता है. ആമേൻ. Praise the Lord. മലയാളത്തിൽ ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. तब मैं उसके विराजने के स्थान तक जा सकता है, मैं उसके सामने अपना मुकम्मा पेश करता और बहुत से प्रमाण देता. അവന്റെ ആഗ്രഹം കണ്ടോ യോവിന്റെ? അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവന്റെ ന്യായാസനത്തിൽ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു. ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. അവന്റെ ഉത്തരം അറിയാമായിരുന്നു. അവൻ എന്തു പറയുമെന്ന് ഗ്രഹിക്കാമായിരുന്നു. കണ്ടോ, 100 പ്രശ്നങ്ങളുണ്ട് യോവിന്. और करने 100 പ്രശ്നങ്ങളുണ്ട് യോവിന്. अय्यूब के जीवन में सैकड़ों समस्याएं से वो भरी हुई थी। സമ്പത്ത് പോയി, ഭാര്യ പോയി, മക്കള് പോയി, ആരോഗ്യം പോയി,
ഒന്നുമില്ല ഇപ്പം ചുരുക്കം പറഞ്ഞ. और अयूब के जीवन में जो धन संपत्ति थे वे चले गए, उनकी पत्नी उन्हें छोड़कर चली गई, उनके बच्चे उनके सामने से गुजर गए। सो अयूब के जीवन में संक्षिप्त में कहा जाए तो जो कुछ भी था वो सब कुछ उसके जीवन से नष्ट हो गया था। പക്ഷെ ദൈവം മാത്രം നഷ്ടമായിട്ടില്ല. परंतु अंत में भी ये बात को हम बता सकते हैं कि केवल परमेश्वर है जो उसके जीवन से नष्ट नहीं हुआ। ശൂന്യതയിൽ നിന്നും സകലം വിളിച്ചു വരുത്താൻ കഴിവുള്ള, ശൂന്യത സൃഷ്ടിപ്പാൻ കഴിവുള്ള അഖിലാണ്ടത്തിന്റെ ഗുടയവനെ മുഖാമുഖമേ കാണുന്ന ദൈവമക്കൾക്കുണ്ടല്ലോ, अगत्തൊരു പ്രത്യാശ പകരും. ആ പ്രത്യാശ നമ്മൾ നിന്നു പോകുന്നത്. और शून्यता के भीतर भी आमीन हमारे जीवन में, या शून्यता के भीतर भी हमारे जीवन में सब कुछ को उत्पन्न कराने वाला वो परमेश्वर जो आकाश और भूमंडल को बनाता है, वो प्रभु का उपस्थिति में हम आते हैं और वो हमारे लिए अपने जीवन में कार्य करता है। ആക്ച്വലി തന്നെ ശരീരം മുഴുവൻ പുഴു തിന്നുക, പുഴു കണ്ണ് ഇന്ന് കുമിഞ്ഞു കൂടുക, തന്റെ ശരീരത്തെ വർദ്ധിക്കുക പുഴു. और अय्यूब के जीवन की अवस्थाओं को देखे तो उसके शरीर पूरे उस समय में फोड़ों से भरे हुए, कीड़ों से भरे हुए अवस्थाओं में वे उस समय पाए जाते हैं। ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ ദൈവത്തൊന്ന് കാണാൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു. എന്നെ എന്താ അമേരിക്ക കൊണ്ടുപോകാത്തെ, എൻ്റെ മക്കളെ എന്താ UK കൊണ്ടുപോകാത്തെ, അപ്പം എനിക്ക് എന്താ വലിയ കൊട്ടാരം തരാത്തെ, ഹീനാന്താനും ഞാൻ ഒന്ന് ചോദിച്ചേനെ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. प्रभु के दास इस प्रकार से कह रहा है कि यदि प्रभु से मिलने का एक अवसर मिलता तो वे इस प्रकार से परमेश्वर से कुछ व्यक्तिगत सवालों को करते हैं कि किस प्रकार से प्रभु मुझे आज तक आपने विदेश में नहीं या अमेरिका में नहीं ले गए, आपने मुझे कभी हमारे बच्चों को बाहरगांव नहीं भेजे हैं, या मुझे कभी आपने महल नहीं दिया, या कुछ और ऐसे संपत्तियों को क्यों नहीं दिया। ദൈവത്തെ കണ്ടാൽ ഈ ചോദ്യം ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല നമുക്ക്. और मैं कहता हूँ कि यदि हम परमेश्वर को आमने सामने देखें तो हमारे जीवन में ये बाकी सब सवाल हमें पूछने की आवश्यकता नहीं। ദൈവത്തെ മുഖാമുഖം കണ്ടാൽ ചോദ്യങ്ങളെല്ലാം ഉരുകി അങ്ങ് പോകും. और यदि हम अपने परमेश्वर को अपने आमने सामने देखेंगे तो हमारी सारी सवाल जो हैं वो पिघल जाएगा। പുള്ളി പറയാ, ഫലാ ഹോത്താ കി മേ ജാൻതാ കി वो कहा मिल्स എവിടെ കാണാൻ പറ്റുമെന്ന്. എന്നിട്ട് तब मैं उसके विराजने के स्थान तक जा सकता है, मैं उसके सामने अपना मुकम्मा पेश कर सकता है, बहुत से प्रमाण देता है. കണ്ടോ, പുള്ളിയുടെ ആഗ്രഹം ഒന്ന് ചോദിക്കായിരുന്നു. ഞാനിങ്ങനെ വിശുദ്ധി നടന്നിട്ട് പിന്നെ നിഷ്കളങ്കനായിട്ട് എനിക്കെന്താ ഇങ്ങനെ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. और अयूब यहाँ पर वचन में इस प्रकार से कह रहा है कि भला होता कि मैं परमेश्वर कहाँ मिलता है वो मैं उसे ढूंढ पाता और उसके उस स्थान तक मैं पहुंच सकता और उसके सामने मैं अपने मुकदमे को रख सकता कि मैं इतने पवित्रता के साथ, इतने निष्ठा के साथ, खराई के साथ मैं अपने जीवन जी रहा हूं, तो मैं मुझे अंत में क्या मिल रहा है ये सब कुछ। ഞാൻ രഹസ്യം പറയാം, നിങ്ങൾ പേഴ്സണലി യാക്കോബിനെ പോലെ എല്ലാം അക്കരെ കടത്തി മുട്ടുമ്മ നിന്ന് ആ മുഖത്ത് അപ്പ എന്നൊന്ന് വിളിച്ച് ഇറങ്ങി ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ, അത് നിന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. मैं आपको एक रहस्य बताना चाहूंगा, यदि आप याकूब के समान अपने धन संपत्तियों को, अपने बीवी बच्चों को उस नदी के उस पार बेचकर परमेश्वर के साथ एकांतता में रहकर प्रभु के साथ अपने सारी बातों को बांटते हुए प्रभु से यदि एक संबंध को आप रखेंगे तो आपकी सारी समस्याएं जो हैं वो दूर हो जाएगी। പണ്ടൊരാളെ പിന്നെ ഏതാണ്ടൊക്കെ കണ്ടങ്ങ് ടെൻഷൻ അടിച്ചു പോയി. पहले एक समय में एक व्यक्ति ने कुछ तो ऐसे दृश्य देखकर बहुत चिंतित हो गया നമ്മുടെ ആസാബ് और उसका नाम है आसाफ, जो बाइबल में हम पढ़ते हैं। ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി. കണ്ടോ, ചിലതൊക്കെ और वो കണ്ടാൽ ചിലതൊക്കെ തോന്നും. और इस प्रकार से भजन संहिता में वो बताते हैं कि दुष्टों की जो है जो जो उनकी भलाइयों को देखकर मेरे जीवन में मैं आमीन बड़े जलन से मैं भर गया।
പുള്ളി പറയാ അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, എനിക്കാണ് മുട്ടുവേദന, കാല് വേദന, നിൽക്കാൻ വയ്യ, എനിക്കാണ് ആ രോഗം ഈ രോഗം മാറി, അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. और वो इस प्रकार से कहता है कि दुष्टों को देखो तो वो उनके उनके जीवन में कोई समस्या नहीं है, कोई भी दुख नहीं है। मुझे तो देखो, मुझे पैरों में दर्द है, आई मीन घुटने में दर्द है, यहाँ पे बीमारी है, सारी प्रकार की समस्या से मैं भरा हुआ हूँ। എന്നാൽ പുള്ളി നമ്മൾ വായിക്കുന്ന ഒടുവിൽ അവൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. और अंत में हम वचन में जब पढ़ते हैं, वह इस प्रकार से लिखा गया है कि अंत में प्रभु के उस पवित्र मंदिर की ओर वो चले जाता है। അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. और उनका अंत क्या होगा इसके बारे में वो विचार किया। നീ അവിടെ കയ്യെ നോക്കല്ല, അവിടെ ആരോഗ്യം നോക്കത്തെ, അവിടെ കാലിലോട്ടൊന്ന് നോക്കിയേ. और परमेश्वर उसे कहता है कि तू ना तो उनके धन संपत्तियों को, ना उनके सेहत को, ना उनके हाथों की ओर देखे, परंतु उनके पैर कहाँ पर वे खड़े हैं उसकी ओर ध्यान लगाएं। അവരുടെ കാലെ നോക്ക്, നിന്റെ കാലെ നോക്ക്. और तू अपने पैरों की ओर देखना और उनके पैरों की ओर तेरे नजर को लगा कर रखना। നിശ്ചയമായും നീ ഒരു വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. കണ്ടോ? और इसके पश्चात वो वचन में कहता है कि निश्चय तूने उन्हें फिसलने वाले दलदल के स्थानों में खड़े किए हैं। ദൈവത്തെ കണ്ടപ്പോ നിരാശയെല്ലാം മാറിപ്പോയി. और जब आसाफ परमेश्वर की ओर दृश्य को देखा तो उसके जीवन की सारी निराशाएं हट गई। നിന്നെ നിർത്തിയിരിക്കുന്ന ഒരു ഉറപ്പുള്ള പാറമേല. आप और हमको जो परमेश्वर ने खड़ा किया है वो एक दृढ़ चट्टान के ऊपर उसने हमें रखे हैं। നമ്മൾ പാറപ്പുറത്താണ് ചിലതൊക്കെ കണ്ട് നമ്മൾ പേടിക്കും. और जब हम चट्टान के ऊपर खड़े रहते हैं तो कुछ चीजों को देखकर हमें डर लगने लगता है। പക്ഷെ പാറ വിറയ്ക്കത്തില്ല കേട്ടോ. परंतु आप हमेशा ध्यान रखना, आप जिस चट्टान पे खड़े हैं वो कभी डगमगाता नहीं है। നീ നിൽക്കല്ല, നിന്നെ നിർത്തിയിരിക്കുക. आप खड़े नहीं हैं, आपको परमेश्वर ने खड़ा किया है। 73 സംഖ്യ 24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. और भजन संहिता 73 में इस प्रकार से लिखा है कि तूने मेरे दाहिने हाथ को पकड़ कर रखा है। അവർ നിൽക്കുന്ന എവിടെ, ഞാൻ നിൽക്കുന്ന എവിടെ? और भजन संगीतकार कह रहा है कि वे लोग कहाँ पर खड़े हैं और मैं कहाँ पर खड़ा रहता हूँ। അവര് വഴുവഴുപ്പില്ല, നോ ഹോപ്പ് ഇൻ ദം, വഴുവഴുപ്പില്ല, എപ്പോ വേണമെങ്കിലും പോവാ. और वे फिसलने वाले स्थान में खड़े हैं, उनके जीवन में किसी भी प्रकार की आशा नहीं है। ഉദാഹരണം, ഹാമാൻ എവിടെ പോയി? കാശുള്ള ഹാമാൻ എവിടെ പോയി? മുർദെഖായി എവിടെ പോയി? और आप थोड़ा उदाहरण के रूप में देख लीजिए कि जिसके पास पैसे रहे, धनी हामान कहाँ चले गए और मुर्दकाई की अवस्था क्या रही। രാജ്യത്ത് തിളങ്ങി നിന്ന 62 കോടി രൂപ, ഇന്ത്യൻ മണി പ്രകാരം 62 കോടി രൂപ ഈ മൊർദെഖായിയെ കൂട്ടരെ തട്ടാൻ വേണ്ടി അന്യ രാജ്യത്ത് ഖജനാവിലോട്ട് കൊടുത്ത് രേഖ എഴുതിപ്പിച്ച ഹാമാൻ എവിടെ, മൊർദെഖായി എവിടെ? ഒരു കാര്യം പറയണേ, നീ എവിടെ നിൽക്കുന്നത്, അവൻ എവിടെ നിൽക്കുന്നത്? और अब हामान की अवस्था को देखे तो राज्य के भंडार के लिए भारत के रुपयों के अनुसार गिने जाए तो 62 करोड़ रुपए उसने उस राजा के धन संपत्ति में भंडारों में देकर हामा और मोर्देकाई और उसके जाति को नष्ट कर डालने के लिए जो योजना बनाए थे, परंतु अंत में देखे कि प्रभु के सामने घुटने टेकने वाले मुर्देकाई को प्रभु कैसे बचाता है, परंतु हामान और उसके जीवन की अवस्था क्या रही। ഓരോരുത്തരും ദൈവം നടത്തുന്ന വ്യത്യസ്ത വഴികളിലൂടെയാ. आप ये बात को समझ लेना है कि एक एक व्यक्ति को परमेश्वर विभिन्न तरीकों से और विभिन्न रास्तों में उन्हें प्रभु दृढ़ रखता है। ഒരിക്കലും മാതാവ് പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, പാസ്റ്റർ പ്രസംഗിക്കുന്ന ദൈവം എന്റെ കൊച്ചു മരിച്ചപ്പോ എവിടെ ആയിരുന്നെന്ന്. एक बार एक माता ने एक प्रभु के दास से इस प्रकार से सवाल पूछता है कि प्रभु के दास, आप जिस परमेश्वर का प्रचार करते हैं वो परमेश्वर कहाँ था जब मेरे बेटी इस संसार से चली गई। ഈ പാസ്റ്റർ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? തന്റെ ഓമന കുമാരൻ ക്രൂശിൽ പിടഞ്ഞ് മരിക്കുമ്പം എവിടെയായിരുന്നു ദൈവം, അവിടെ തന്നെ ദൈവം ഉണ്ടായിരുന്നെന്ന്.
और प्रभु के दास इस प्रकार से उत्तर दिया कि जब उसके इकलौता पुत्र जिससे वो बेहद प्रेम रखता था, जब उस क्रूस की उस मृत्यु को जब वो सह रहे थे, तब जहां पर वो परमेश्वर उपस्थित है वहीं पर आज भी हमारा परमेश्वर उपस्थित है। നിന്റെ ഹൃദയത്തിനകത്ത് കുമിഞ്ഞുകൂടുന്ന അനേകായിരം ചോദ്യങ്ങൾക്ക് അല്ലെ വേദനകൾക്ക്, നിന്റെ രോഗങ്ങൾക്ക് ഒറ്റ പരിഹാരമുള്ളൂ. നിന്റെ പ്രാർത്ഥന ഉറവിൽ ദൈവത്തെ മുഖാമുഖമായി കാണുക. आपके हृदय के अंदर भर कर आने वाले जो भी समस्याएं हैं और जो भी सवाल हैं, उसके लिए एकमात्र उपाय है, आप अपने प्रार्थना के कमरे में जाकर परमेश्वर को आपके जीवन में आमना सामने देखने के लिए आप तैयार हो जाएं। അതിനകത്ത് ഇങ്ങനെ ഇരിക്കും, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. और इस प्रकार से भजन संहिता में कहते हैं कि तूने मुझे अपने दाहिने हाथ से पकड़ रखा है। നീ എന്നെ പിടിച്ചിരിക്കുകയല്ല, ഞാൻ നിന്നെ പിടിച്ചിരിക്കുകയാണ്. और इस प्रकार से वचन हमें बताता है कि हमने प्रभु को नहीं पकड़ा है, परंतु परमेश्वर हमें पकड़ कर रखता है। ഈ നമ്മൾ പിടിച്ചാൽ നമ്മൾ ക്ഷണിക്കുമ്പോൾ താഴെ പോകും. പക്ഷെ കർത്താവ് പിടിച്ചാൽ സ്ട്രോങ് ആ കർത്താവ്. അതുകൊണ്ടാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമത്തെ വീണാലും വെള്ളം ഇരച്ചു കയറിയാലും എനിക്ക് രോഗം വന്നാലും എനിക്ക് പ്രശ്നം വന്നാലും ഈ ഭൂമി മാറിപ്പോയാലും എൻ്റെ വീട് പോയാലും കൊറോണ വന്നാലും വേറെ വന്നാലും പ്രശ്നം വന്നാലും എന്നെ തൂക്കിയെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. എങ്ങോട്ടാ കൊണ്ടുപോകുന്ന എനിക്കറിയാം. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഭവനത്തിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദർശനം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആമേൻ. वचन में हम ये बात करते हैं कि परमेश्वर ने हमें पकड़ा है, हमने नहीं पकड़ा है। उसका एक कारण मैं बताता हूँ, क्योंकि हम यदि पकड़ते हैं तो हम जब थक जाते हैं तो हमारी हाथ का जो पकड़ वो छूट सकता है, परंतु परमेश्वर सर्वशक्तिमान है, वो कभी थकता नहीं है। इसीलिए आमीन, जैसे प्रभु का वचन में कहता है, चाहे समुंदर आमीन उस पार हो जाए या पर्वत आमीन अपने आमीन जगह से हटकर चले जाए, परंतु परमेश्वर का वो उपस्थिति और प्रभु का प्रेम कभी हमारे जीवन से दूर नहीं होता। നമ്മളൊക്കെ നിസ്സാര വിഷയത്തിൽ അടിനിലവിളി ഉണ്ടാക്കുന്നവരാ നമ്മള്. हम और आप जो हैं छोटी छोटी समस्याओं में बड़े आमीन बवाल को कर देते हैं और बड़े आमीन चिल्ला कर रोने की अवस्था में हम चले आते हैं। യോബ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹം അറിയിച്ചതാ. പുള്ളി ഒരിക്കൽ മോലോട്ട് നോക്കിയപ്പം തമ്പുരാന്റെ അകത്ത് കണ്ണങ്ങ് ഉടക്കി. എന്നിട്ട് പുള്ളി പറയാ, എൻ്റെ കഴുത പോയി, എൻ്റെ കുതിര പോയി, എൻ്റെ ആട് പോയി, എൻ്റെ മക്കള് പോയി, എൻ്റെ ജോലിക്കാര് പോയി, എൻ്റെ ആരോഗ്യം പോയി, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നെന്ന് കണ്ണുടങ്ങിയപ്പോഴാ പറഞ്ഞത്. एक बार अयूब अपने जीवन में हम देखते हैं कि अयूब आमीन अपने प्रभु के सामने आमीन जब आमीन सिर उठाकर देखते हैं प्रभु की ओर, उसकी नजर लग जाती है और प्रभु से वो आमीन इस प्रकार से मेरी कल्पना में मैं कह रहा हूं कि वो सवालों को करता है कि मेरे सारे आमीन धन संपत्ति और मेरे सारे आमीन भेड़ बकरियां जानवर और मेरे परिवार सब कुछ नष्ट हुए हैं, परंतु अंत में वो कहता है फिर भी मेरा उद्धार करता आज भी वो जीवित हैं। ഈ സൂര്യകാന്തി പുഷ്പമുണ്ട് ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് പോകുമ്പം ഇങ്ങനെ തോട്ടങ്ങൾ സൂര്യകാന്തി പുഷ്പം നല്ല രസം, ഉച്ചയ്ക്ക് ഇതിനെ കാണാൻ നല്ല രസമാണ്. और हम जब दिल्ली से यात्रा करते हैं तब आमीन जब बाहर हम देखते हैं तो सूरजमुखी का जो फूल है वो दिन के समय में बहुत देखने में अच्छा दिखता है, किस प्रकार वो खिली खिली अवस्था में रहती हैं। സൂര്യൻ ഉദിക്കുമ്പോ വടി പോലെ നിൽക്കും ഈ പുള്ളി, സ്ട്രെയിറ്റാ. और जब सूरज उगता है तो एकदम सीधे खड़े रहते हैं वे। എന്നറിയോ, ഇത് മുഖാമുഖമായിട്ട് സൂര്യന് നിൽക്കുമ്പം ഇതിന്റെ ഊർജമൊക്കെ ഒന്ന് കാണണം. അമ്മ, और कारण यह है क्योंकि जब ये सूरज को देखते हैं ये फूल की अवस्था में बहुत खिलखिलाहट की अवस्था हो जाती है, बड़े ऐंठ कर वो खड़े रहते हैं और उसके अंदर की ऊर्जा को आप अपने जीवन में महसूस कर सकते हैं। സൂര്യന്റെ പ്രകാശം ഇലയെ തട്ടുമ്പം, അമേൻ, പൂക്കളെ തട്ടും ഒരു ഉന്മേഷമുണ്ട്. അതുപോലെ ദൈവത്തെ
10,000 കോടി സൂര്യൻ തിളങ്ങുന്നതിനപ്പുറം നിൽക്കുന്ന ദൈവത്തെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആ വെളിച്ചം നമ്മുടെ മേൽ തട്ടുമ്പോൾ BP, ഷുഗർ, PhD എന്ന് പറഞ്ഞ പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്, PhD, വേദന, മുട്ടുവേദന എല്ലാം ഉരുകി അങ്ങ് മാറുക. പുതിയ സ്തോത്രം ചെയ്യും. എന്നറിയോ? എടാ ഒന്നുമല്ല, ഇവിടെ അല്ലല്ലോ, ഇവിടുന്ന് പോകേണ്ടതല്ലേ. जिस प्रकार सूरज की किरणें जब एक पत्तों पर लगकर जैसे वो आमीन फूल आमीन चमकती हुई और खिलखिलाती अवस्था में रहती हैं, उसी प्रकार जब 10,000 कोटि से भी अधिक सूरज के उस किरणों से भरा हुआ परमेश्वर का तेज जब मनुष्य के ऊपर गिरता है तो उसके जीवन की सारी अवस्थाओं में एक बदलावट होती है। चाहे वो शुगर की बीमारी हो, BP की बीमारी हो, चाहे हार्ट की प्रॉब्लम हो, चाहे उनके घुटनों में दर्द की अवस्था हो, कोई भी कुछ ना हो, वो सब कुछ परमेश्वर के उस तेज में पिघल जाते हैं, खत्म हो जाते हैं। ചിലരൊക്കെ ഈ മോർണിംഗ് പ്രയർ ഇരിക്കുന്ന ഈ സൂര്യകാന്തി പുഷ്പം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു കിടപ്പുണ്ട്, ഇങ്ങനെ അതുപോലെ ഇരിക്കുന്നത്. कई लोग मॉर्निंग प्रेयर में इस प्रकार से बैठते हैं, जब सूरजमुखी शाम के समय मुरझाई हुई अवस्था में है, वैसी मुरझाए हुए स्थिति में बैठते हैं। കണ്ടോ സൂര്യകാന്തി പുഷ്പം? ഒരു 5-6 മണിയാകുമ്പോ പതുക്കെ എന്റെ ഊർജ്ജം എല്ലാം പോയി ആണ്ട് കിടക്കുന്നത്, വാഴങ്കടം കാഴ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുക. सूरजमुखी को आपने देखा होगा, शाम के समय जब सूरज की किरणें निकल जाती हैं तो ये एकदम झुककर जैसे केले के जो पेड़ गिर जाते हैं, वैसे आमीन गिरी हुई अवस्था में कईयों का आमीन मुख दिखाई देता है। 50-ാം സംഖ്യത്തിന് 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ഓ, എന്താ और പാർപ്പല്ലേ. भजन संहिता 50 उसके पहले आयत में इस प्रकार लिखता है कि सर्वशक्तिमान परमेश्वर यहोवा ने कहा है, उदयाचल से लेकर अस्ताचल तक परमेश्वर का जो संपूर्ण आमीन जो सुंदरता है वो हमारे जीवन में दिखाई देता है। രാത്രിയിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് രോഗം വരുമ്പോഴും ജോലി പോകുമ്പോഴും എപ്പോഴും അങ്ങോട്ട് നോക്കിയാൽ പോരെ. അവങ്കലേക്ക് നോക്കി അവർ those who look to him, जिन्होंने उनको दृष्टि की, look to him are radiant. അത് എന്ത് വിഷമായിക്കോട്ടെ. और चाहे आमीन कोई भी परिस्थिति में हो, वो लोग वे लोग जो परमेश्वर की ओर देखते हैं, वे आमीन जैसे वचन में लिखता है, जिन्होंने उसकी ओर दृष्टि की वे ज्योति पाए, उनका चेहरा कभी काला ना होने पाया। മലയാളത്തിൽ ഇങ്ങനെ പാട്ടുണ്ട്, നിന്നെ കാണുമ്പോൾ എന്തുക്കം തീർന്നു പോവും. എന്റെ സ്റ്റാർട്ടിങ് എനിക്കറിയത്തില്ല. और मलयालम में एक गीत इस प्रकार से है कि जब मैं तुझे देखूंगा तो मेरा सारा दुख दूर हो जाएगा। അതുകൊണ്ട് വരും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാൾ. ഫിലിപ്പോസ് സ്വദേശി എഴുതിയ പാട്ടാ. അതറിയാവോ? ഈ ദൈവത്തെ മുഖാമുഖമായി കാണാത്ത കേൾക്കാത്ത ഒരു ജീവിതം വാടുകയും ചെയ്യും, മറ്റുള്ളവരെ വാടിക്കുകയും ചെയ്യും. और ये बात हम हमेशा समझना है कि जो व्यक्ति परमेश्वर को अपने जीवन में आमना सामना नहीं देख पाते हैं, वो आमीन वे स्वयं मुरझाए हुए अवस्था में रहते हैं और उन्हें देखने वाले बाकियों भी मुरझाए हुए स्थिति में चले जाते हैं। യേശു തന്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി പല വഴികളും നോക്കിയിട്ടുണ്ട്. അവസാനം ഈ കുളത്തിന്റെ കരയെ കൊണ്ടുപോയിട്ട് ഇത് ചോദിച്ചു പറയുക, താമര എങ്ങനെ വളരുന്ന നോക്കാൻ. और यीशु मसीह ने अपने चेलों को उनके विश्वास जीवन में उन्हें दृढ़ कराने के लिए कई दृष्टांतों को, कई बातों को उन्हें समझाते हैं। अंत में परमेश्वर ने एक कुंड के पास ले जाकर उन्हें ये बात को समझाता है कि तुम देखो कि उस कमल की उस फूल किस प्रकार से वो पानी के अंदर खिलखिली अवस्था में रहती हैं। തുടക്കം ചെളിക്കാത്ത, उनका शुरुआत तो कीचड़ के अंदर होती हैं, ഒരു സാധ്യതയില്ല. उनके अंदर कोई भी संभावनाएं दिखाई नहीं देता, ആർക്കും മനുഷ്യദൃഷ്ടി വെള്ളത്തിനകത്ത, ചെളിക്കകത്ത. और उनके अंदर कोई भी प्रकार का कोई भारी रूप में या अंदरूनी रूप में वे कीचड़ के अंदर पड़े हुए हैं। ഒന്ന് നോക്കിയാൽ ഒരു സാധ്യതയില്ലാത്തടത്താ നിൽക്കുന്നത്.
भी संभावनाएं नहीं है, कोई भी प्रकार का उम्मीद नहीं है, ऐसी जगह में वे खड़े हैं। നമ്മൾ പറഞ്ഞ ആള് പോക്കാന്ന് പറയുന്ന പോലെ. അപ്പൊ ഇതിനകത്തുനിന്ന് ഇതിനെ ജീവിച്ച് അതിജീവിച്ച് അതിജീവിച്ച് വെള്ളത്തിനകത്തോട്ട് പൊങ്ങി സൂര്യപ്രകാശം കാണുമ്പോൾ ഇതിന്റെ മട്ടുമാറും. लेकिन हम जब देखते हैं इस कमल के इस फूल को कि वे उस कीचड़ के अंदर से बाहर आकर उस पानी में से जब बाहर निकलता है, तो उसमें आमीन उस फूल की उस आमीन अवस्थाओं को हम देख पाते हैं। ഇതിന് വളരുകയല്ല, ദൈവം വളർത്തുക. और हम ये बात को समझते हैं कि वे बढ़ नहीं रहे हैं, परंतु परमेश्वर उन्हें बढ़ा रहा है। ഒരിക്കൽ ആന്റി എന്നോട് പറയാ, ഞാനിക്ക് നല്ല തകട പോലിരിക്കുന്ന ഒരു ആന്റി. ഞാൻ ചോദിക്കും, നല്ല ഹെൽത്തി ആണല്ലോ. എന്നോട് ഞാൻ, പാഷേ എല്ലാ രോഗങ്ങളും എനിക്കുണ്ട്. PhD എടുത്തിട്ടുണ്ട് പണ്ട്, പ്രഷർ, ഹാർട്ട്, ഡയബറ്റീസ്. അതുകൂടാതെ ശരീരവേദന, മുട്ടുവേദന, ആത്രൈറ്റിക്കസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അകത്തെ പ്രത്യാശ ഉണ്ടല്ലോ, ഓരോ ദിവസവും. അത് കണ്ടാ പറയത്തില്ല എന്നറിയോ, ചില അങ്ങനെ, ചിലരെ കണ്ടാൽ നമ്മുടെ ഉള്ള സന്തോഷം കൂടെ പോകും. അപ്പോൾ ഇത് ബലപ്പെടുത്തി തിളങ്ങി നിൽക്കും. ഇതാണ് താമര എന്ന് പറഞ്ഞാൽ, താമര ഫേസ് ചെയ്യുന്ന സൂര്യനെയാണ്. ഒരു ദൈവത്തിന് പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ ഫേസ് ചെയ്ത് ആ വെളിച്ചമേറ്റെടുത്ത് മുഖാമുഖമായി സംസാരിക്കുന്ന, ആ വചനം തിന്നുന്ന, ആ പ്രത്യാശ നിൽക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. ക്ഷണിക്കത്തില്ല. और एक बार हमने एक आंटी से हमारा मुलाकात हुआ है। वे अच्छे हट्टे कट्टे एक व्यक्ति रही, लेकिन उनसे जब हमने ऐसे पूछे कि आप अच्छे सेहतमंद दिखाई देते, तो वे कह रही थी कि हमारे शरीर में, हमारे जीवन में बहुत सारी बीमारियां हैं, सारे प्रकार का रोगों से हम भरे हुए हैं, परंतु अंदर एक आशा है कि परमेश्वर हमारे लिए हमेशा आमीन हमारे जीवन में हमें संभालता है। उसी प्रकार से जैसे हम कमल की उस फूल को देखते हैं, पानी में है, कीचड़ के अंदर ढसा हुआ है, परंतु आमीन वे आमीन जब बाहर आते हैं, वे उनका संपर्क जो है उस सूरज के साथ होता है। उसी समान हमारे जीवन भी वो परमेश्वर के साथ लगातार संपर्क में रहते हैं, तो हमारी परिस्थिति नहीं, प्रभु हमें आगे बढ़ाता है। ഈ 73 സങ്കീർത്തനം നിങ്ങൾ ഇത് കഴിഞ്ഞൊന്ന് വായിച്ചു നോക്കണം. അവൻ ദൈവത്തെ കണ്ടതിന് ശേഷം കൂടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കണം. ദൈവത്തെ കാണുന്നതിന് മുമ്പും പിമ്പും. भजन संहिता 73 को आप इसके बाद पढ़ के देखना है कि वो भजन संहितकार किस प्रकार से परमेश्वर को देखने से पहले और परमेश्वर को देखने के बाद उसकी गवाही किस प्रकार का है, ये बहुत सुंदर रीति से वहां पर लिखा गया है। ഓരോ വാക്കും പവർഫുൾ. അങ്ങനെയെങ്കിൽ ഒരു ദൈവദാസൻ വേദന കൂടി കടന്നുപോയി പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കി ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ച് ആ വെളിച്ചമേറ്റെടുത്ത് ഊർജമെടുത്ത് തിളങ്ങി സഭായോഗത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ വിറയ്ക്കും ജനം. और यहाँ पर हम आमीन एक एक वचनों को जो पढ़ते हैं, बहुत सामर्थ्यशाली अर्थों को वो रखता है। उसी समान एक परमेश्वर के दास यदि परमेश्वर से उसका अच्छा संपर्क में रहते हुए, प्रभु से प्राप्त करते हुए, प्रभु से ऊर्जा और बल को प्राप्त करके यदि वो अपनी सेवकाइयों को करे, वे कलीसिया में खड़े रहें, तो उसके जीवन से निकलने वाली जो सामर्थ्य और बल हैं, उनको देखकर लोग थरथर आएंगे, लोग कांप उठेंगे। ഉദാഹരണം പറഞ്ഞാല്, അഹരോൻ മരിച്ചു. उदाहरण में कहूं तो हारून जो है उसका मृत्यु होता है। മോശ ആടിപ്പോയി. मूसा जो है वो डगमगा गया। ഇവരുടെ സകല പവറും പോയി. मूसा का सारा जो सामर्थ्य वो सब खत्म होते हुए ऐसे अनुभव में आ गए। പുള്ളി ഒരു അസിസ്റ്റന്റ് പോലെ മോശയുടെ വായായിട്ടൊക്കെ നിന്ന് കൂടെ നിന്ന് എത്രത്തോളം പുള്ളി കണ്ണടയ്ക്കുമ്പം ഈ അഹരോന്റെ താടി കെട്ടിയ മുഖം മൂക്കി പഞ്ഞു വെച്ച ഇങ്ങനെ മുഖത്ത് തിളങ്ങി നിൽക്കുക. അതിലാ പുള്ളി പിടിച്ചു നിൽക്കുന്നത് ഇപ്പം. और जो है मूसा के लिए एक आवाज के समान जब हारून हमेशा खड़े रहते थे। अब देखो हारून की मृत्यु हो गई है, लेकिन जो मूसा है, हारून के चेहरे में जो परमेश्वर का चमक है, उसे देखकर अभी भी वो दृढ़ रहने की कोशिश करता है। ആരോൻ പോയേ ഞാൻ എന്തോ ചെയ്യുവേ, ആരോൻ പോയേ. പുള്ളി മോലോട്ടൊരു നോട്ടം നോക്കി.
और मूसा इस प्रकार से दुख मानते हुए कि हारून चले गए, अब मैं क्या करूंगा, मैं क्या करूंगा। उस समय मूसा स्वर्ग की ओर एक 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 दृश्य को देखता है। കണ്ണ് ചെന്ന് തമ്പുരാന്റെ മുഖത്താ ഉടക്കിയെ. उसकी आंखें प्रभु की ओर टिक जाती हैं। അപ്പൊ ഒരു ഊർജമൊക്കെ കിട്ടി. तब वहां से परमेश्वर का जो सामर्थ और बल को वो प्राप्त करता है। തമ്പുരാനോട് വാക്കൂടെ പറഞ്ഞു, परमेश्वर उससे एक और शब्द को कहता है, മോനെ ആരോ മാത്രമേ പോയിട്ടുള്ളൂ, ഞാൻ ഇവിടെ ഉണ്ടെന്ന്. बेटा मूसा से केवल आरून तेरे सामने से चला गया है, लेकिन मैं आज भी तेरे लिए उपस्थित हूँ। ഉടനെ പറയാ, പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലം നിർമ്മിച്ച മുമ്പേ അനാദിയായി ശാശ്വതമായും നീ ദൈവമാകുന്നത്. പുള്ളി ബലപ്പെട്ടു. और तब आमीन तुरंत आमीन मूसा इस प्रकार से कहता है, हे परमेश्वर, आमीन जब इससे पहले कि पहाड़ उत्पन्न हुए और तू पृथ्वी और जंगल की रचना की, तू अनादि काल से अनंत काल तक का परमेश्वर रहता है। ഒരിക്കല് അഗ്രഗണ്യനായ പ്രവാചകനെ ദൈവം ഇസ്കിയാവിന്റെ അടുക്കൽ അയച്ചിട്ട് ദൂത് കൊടുത്തു, ഇസ്കിയാവ് നീ തട്ടിപ്പോവും, വേണ്ട എല്ലാം ക്രമീകരിച്ചോ, നിന്റെ അക്കൗണ്ട് ഒക്കെ മക്കളുടെ പേരിലാക്കിക്കോ, ബിസിനസ് എല്ലാം കൈമാറിക്കോ, കാര്യങ്ങളെല്ലാം പോ, നീ പോക്ക അടി സൈന്. ഒപ്പാരെന്നറിയോ? ദൈവത്തിന്റെ പരമേശ്വർ की सिग्नेचर है भाई. और एक बार एक बड़े सामर्थी परमेश्वर के दास को परमेश्वर ने हिजकिय्याह राजा के पास भेजता है और उससे कहता है कि तू अपने गृह कार्य को सब आमीन क्रम में लेकर आना। तेरा सारा जो भी है अपने पोतों को, अपने बच्चों को सौंप देना। आमीन तू कुछ ही समय में मृत्यु पाने वाला है। और उस पत्र का नीचे परमेश्वर की हस्ताक्षर रहा है। എന്നിട്ടൊരു വാക്കോടെ ദൈവം പറഞ്ഞു, നിശ്ചയമായും ഇതിന്റെ വിടുതലുമില്ല, നീ തട്ടിപ്പോവും. और उसके नीचे एक और शब्द को इस प्रकार से लिखा हुआ था कि निश्चय तू मरेगा, तेरे लिए कोई प्रकार का उपाय नहीं है। യശയാ പറഞ്ഞ പിന്നെ ഈ യശയാ പറഞ്ഞിട്ടങ്ങ് പോയി. यशाया ये जो नबी उसके पास ये संदेश को लेकर गया था, उसने ये संदेश देकर वो अपने घर की ओर लौट जाता है। ഗ്രഹാരം ക്രമത്തിലാക്കിയില്ല, ഒരു കാര്യം ചെയ്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്തു. और यहाँ पर उसने कुछ भी नहीं किया, परंतु एक कार्य वो जरूर करता है। He turned to God. हिजकिय्याह राजा परमेश्वर की ओर मुड़ता है യശനെ പറഞ്ഞയച്ച ദൈവമുഖത്തേക്ക് നോക്കി. और जो यशायाह को परमेश्वर ने भेजा था, उसी परमेश्वर ने ദൈവത്തെ കണ്ടപ്പം ഇവിടെ കാഴ്ചപ്പാട് മാറി. जब उसने परमेश्वर को देखा तो उसका जो दर्शन है, उसका जो दृश्य है वो बदल गया। നമ്മുടെ കർത്താവിന്റെ വീക്ക്നെസ് ഉണ്ട്, എന്നറിയാവോ? हमारा परमेश्वर के अंदर एक कमजोरी है, वो आप जानते हैं क्या है? തന്റെ മക്കൾ കരഞ്ഞാൽ സഹിക്കത്തില്ല. यदि उसके बच्चे रोते हैं तो उसे बिल्कुल सहन नहीं होता है। അത് ദൈവം ഇയോട് ചോദിക്കുക, കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ വിശന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന ആരാണ്? തീൻ കൊടുക്കുന്ന ആരാണ്? और यहाँ पर अय्यूब से परमेश्वर सवाल करता है कि कौवे के बच्चे जब खाना के लिए रोते हैं तो उनको खाना कौन उपलब्ध कराता है। ഒരു ദൂത് ഞാൻ പറഞ്ഞ് ബലപ്പെടുത്താൻ പോവാ നിങ്ങളെ. मैं आपको एक संदेश देकर आपको बलवंत करने जा रहा हूँ। ആത്മാവില്ലാത്ത, വാഗ്ദത്തങ്ങളില്ലാത്ത, ന്യൂ ടെസ്റ്റ്മെന്റ് പോലും സ്വന്തമില്ലാത്ത, അവൻ സഭയിൽ അംഗമല്ലാത്ത, കറുത്ത, സൗന്ദര്യമില്ലാത്ത ഈ കാക്ക കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞാൻ തീനെത്തിച്ചു കൊടുക്കാൻ കഴിവുള്ളവനെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നിന്റെ കണ്ണീരിന് മുമ്പിൽ ദൈവം കയറി ഇടപെടും. और वहां पर इस संदेश इस प्रकार से है, यदि एक कौवा जो आमीन इसके अंदर कोई आत्मा नहीं है और उसके अंदर कोई भी प्रकार की वायदा को परमेश्वर ने दिया नहीं है और कोई आशा उसके जीवन में नहीं है, यदि उप सर्वशक्तिमान परमेश्वर समय समय पर उनका भोजन उन्हें प्रदान कर सकता है, तो हम जो परमेश्वर के बच्चे हैं, जिनमें परमेश्वर ने अपने वायदा को दिया है, वो अनंतता के लिए हमें ठहराया गया है, तो हमारे लिए वो कितना
ज्यादा क्यों नहीं करेगा। നിന്റെ കണ്ണീര് കർത്താവിന്റെ കാലെ വീണാൽ ആ കരം ചലിച്ചിരിക്കും. यदि आपकी आंसू वो परमेश्वर के पैरों तले गिरता है तो वो उसका कार्यों को शुरुआत करेगा। സാധു സുന്ദർ സിംഗ് ദൈവത്തെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. साधु सुंदर सिंह नाम के परमेश्वर का एक भक्त परमेश्वर को देखने के लिए बहुत इच्छा करता है। പുള്ളി സന്യാസം എടുത്തു പോയി, മലയിൽ പോയി, അവിടെ പോയി, നദിയിൽ പോയി, ഇവിടെ പോയി, പക്ഷെ ദൈവത്തെ കാണാൻ പറ്റിയില്ല. संन्यास लेकर वो पर्वतों पर, नदियों पर और अनेक स्थानों पर वो गए, परंतु वहां कहीं भी वो परमेश्वर को देख नहीं पाए। ഒരാൾ ഒരു പുതിയ നിയമം കൊടുത്തു, ന്യൂ ടെസ്റ്റമെന്റ്. किसी ने उसे उसके हाथ में एक नए नियम का पुस्तक को दिया പുള്ളി പറഞ്ഞു ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞ് ബൈബിൾ കത്തിച്ചു കളഞ്ഞു. और उन्होंने इस प्रकार से कहा कि ये विदेशी धर्म है और उस पुस्तक को उन्होंने जला दिए। അത് കഴിഞ്ഞ പുള്ളിക്ക് സ്വസ്ഥത ഇല്ലാതായി. और उस काम के पश्चात उनके अंदर बेचैनी की अवस्था होने लगी। പുള്ളി പറഞ്ഞു ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കാണണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. उन्होंने इस प्रकार से कहा कि एक सच्चा परमेश्वर है, मुझे देखना है, पर नहीं तो मैं आत्महत्या करने जा रहा हूँ। ദൈവം എന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. परमेश्वर यदि मुझे अपने आप को प्रकट नहीं करता है तो मैं अपना जीवन को दे दूंगा, खुदकुशी कर दूंगा। ഇന്ന് വെളുപ്പിനെ 4 മണിയായപ്പോൾ ഇരിക്കുന്ന ഇടത്തേക്ക് യേശു ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാനാണ് മോനെ വഴിയും സത്യവും ജീവനും. जिस कमरे में वे पड़े हुए थे उस कमरे में सवेरे 4 बजे के समय वो परमेश्वर उतर कर आकर वो यीशु मसीह उससे कहता है कि मैं ही मार्ग, सत्य और जीवन हूँ। ഇന്ത്യ രാജ്യത്തിന്റെ അപ്പോസ്തലനാക്കിയ ചരിത്രം മാറ്റി എഴുതി ദൈവത്തിന്റെ ദർശനം. भारत देश का एक प्रेरित के रूप में उसके जीवन का इतिहास बदल जाता है केवल एक परमेश्वर के सामने मुलाकात होने के कारण से। ശക്തനായ ശുശ്രൂഷകനായിരുന്നു യെശയ്യാവ്, അല്ലേ? यशायाह का जीवन को देखें तो हम जानते हैं कि एक सामर्थी परमेश्वर का सेवक रहा है वो। ഊശിയാവ് മരിച്ച പുള്ളി ആടിപ്പോയി. जब उजिया राजा का मृत्यु हो जाता है तो यशायाह यहाँ डगमगाता है। എനി ടൈം ഹി ക്യാൻ ഗോ ടു ദ കോർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഊശിയാവിന്റെ അടുക്ക പോകാൻ പെർമിഷൻ ഉണ്ട്, എപ്പോഴും സപ്പോർട്ടാണ്. ഊശിയാവ് ഒരു വലിയ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുക യെശയ്യാവിന്റെ. और यशायाह के जीवन में उजिया के साथ ऐसे अच्छा संबंध रहता है कि कभी भी वो राजा के पास अपने विषयों को लेकर जा सकता है। उसके लिए एक दाहिने हाथ के समान एक आमीन एक सहायता के रूप में वे हमेशा उसके लिए उपस्थित रहते थे। ഊശിയാവ് പോയ ഞാൻ എന്തോ ചെയ്യും, എന്നെ ശുശ്രൂഷ എന്തോ ചെയ്യും, എനിക്ക് അങ്ങനെ പോകും, എനിക്ക് അങ്ങനെ ഇല്ല ഇങ്ങനില്ല, ആകെപ്പാടെ പ്രശ്നമായി, और എല്ലാം തീർന്നു. डगमगाने लगा, वो कह रहे हैं कि उजिया चला गया है, अब मेरे सेवकाई में मैं कैसे आगे बढ़ूंगा, ये है वो है, दुनिया भर की शिकायतों को वो वहां पर कर रहा था। ആകെപ്പാടെ ടെൻഷൻ അടിച്ചു. और पूर्ण रीति से वे चिंतित होकर वे ऐसे एक परिस्थिति में बैठे हुए हैं, നമ്മളെ പോലെ. हमारे और आपके समान। ഇപ്പൊ ടെൻഷൻ ഇല്ലാത്തൊരു കൈ വെക്കാൻ പറഞ്ഞ ഒരു ഒറ്റ എണ്ണം പൊക്കത്തിൽ നിന്ന് എനിക്കറിയാം. मैं जानता हूं यदि मैं आपसे ये सवाल करूं कि जिनके जीवन में कोई चिंता या टेंशन नहीं है वे हाथ उठाए, तो यहाँ पर ऐसा कोई नहीं रहेगा जो ना उठाने वाला हो। ദൈവത്തെ കണ്ടു നോക്കിയാൽ ഉരുക്കി അങ്ങ് മാറും എല്ലാ ടെൻഷനും. लेकिन एक बात को याद रखना है कि आप यदि परमेश्वर को आपके जीवन में सामने देखते हैं तो आपका सारा टेंशन पिघल जाएगा। യേശു നേരെ ആലയത്തിൽ ചെന്നു, ദൈവസന്നിധിയിൽ ചെന്നു. यशायाह जो है वो परमेश्वर की उपस्थिति में आराधनालय में वो चले जाते हैं। അവിടെ ചെന്നപ്പം ദൈവത്തെ കണ്ട്. वहां जब वो पहुंचता है वो परमेश्वर को देखता है। അങ്ങനെ ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു. और वहां यशायाह इस प्रकार से कहता है कि मैंने परमेश्वर को ऊंचे सिंहासन पर बैठे हुए देखा। പുള്ളി ഇപ്പൊ പിന്നെ ഊശിയാവിന്റെ പെട്ടിയോ ഇതൊന്നും പുള്ളി ഇപ്പം കാണുന്നില്ല. പുള്ളി കാണുന്നത് തിളങ്ങി നിൽക്കുന്ന ദൈവത്തെയാ. यहाँ पर आमीन जब प्रभु की उपस्थिति में आते हैं तो ना या ना उजिया के पेटी को वो देख रहा है, परंतु वो परमेश्वर को ऊंचे पर विराजमान अवस्था में वो देखते हैं। ഞാൻ ദൂത് പറയാം, ടേക്ക് ഔട്ട് യുവർ ഐസ് ഫ്രം യുവർ സിറ്റുവേഷൻ ആൻഡ് ടേൺ ടു ഗാഡ്. मैं आपको एक संदेश इसमें से देना चाहता हूं कि आप अपने परिस्थिति में से अपने हाथ आंखों को हटाकर
आपकी आंखें परमेश्वर की ओर आप टिकाएं। ദാവീദ് പറയും എന്റെ ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. दाऊद कहता है मेरा परमेश्वर स्वर्ग में है। നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ദൈവം അവിടെ ഇല്ലെന്നുള്ള എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇരിപ്പൊക്കെ കണ്ടിട്ട് आपके बैठने के हालात देखकर मुझे ऐसा लगता है कि परमेश्वर है ही नहीं कहीं पर भी। പാളംകുടയ്ക്ക് ഉത കൊടുക്കുന്ന പോലെ കൈയൊക്കെ സപ്പോർട്ടും ചെയ്ത് വയ്യ. ആകെപ്പാടെ ആടിയും നിലവിളിയും പ്രശ്നവും. ഞാനൊരു സത്യം പറയാം, എന്റെ ദൈവം സ്വർഗത്തിലുണ്ട്. और जैसे केले के पेड़ को बीच में सपोर्ट दिया जाता है, वैसे आप चेहरे पे हाथ धर कर बैठे हुए अवस्था में, बट मैं एक सत्य को कहना चाहूंगा, हमारा परमेश्वर हमेशा स्वर्ग में हमारे लिए उपस्थित है। നമ്മുടെ കലണ്ടറെ കിടക്കുന്ന യേശുവിനെ നോക്കല്ലേ. അയ്യോ, അത് പല്ലുവേദന വന്ന് നീര് വെച്ച് താടിയും വെച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഫാനിട്ടാൽ ആടി ഇളകി. അതല്ല യേശു. നമ്മുടെ യേശു ലോകത്തെ, മരണത്തെ, പാപത്തെ, ഈ നീ പാർക്കുന്ന ലോകത്തെ, സിസ്റ്റത്തെ ജയിച്ച് തിളങ്ങി നിൽക്കുന്ന യേശുവിനെ നോക്കിയേ. और आप अपने कैलेंडर में पड़े हुए उस यीशु के दृश्य को नहीं देखना, परंतु आप वो परमेश्वर को देखें जिसने सारे भूमंडल को, सब कुछ को सृष्टि कर कर आज भी सबके ऊपर जय लेकर विराजमान वो परमेश्वर की ओर आप अपने दृष्टि को लगाएं। നമ്മുടെ സൂര്യകിരൺ എന്തോ ഡാൻസ് ആയിരുന്നു കിടന്ന്. എൻ്റെ പൊന്നച്ചോ, ഞാൻ ഓർത്ത് എൻ്റെ ലാപ്ടോപ്പ് പോയെന്ന് ഓർത്ത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 62 പേരുണ്ട്, ഈ 62 എണ്ണം ഡാൻസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഗതിയില്ലേ? और प्रभु के दास सूर्य किरण पास्टर जी जो है, गीत के समय इतना बढ़िया डांस कर रहा था, प्रभु के दास को ऐसे लग रहा था कि उनके लैपटॉप गिर जाएगा। तो मैं ऐसे सोचता हूँ कि यदि सारे इसमें बैठे हुए सभी जन यदि प्रभु की उपस्थिति में ऐसे नृत्य करते रहेंगे तो कितनी आनंद का एक अवस्था रहेगी। അത് കണ്ടപ്പോ എനിക്കൊരു ഊർജം കിട്ടി. और जब उनको देखा तो मुझ में एक ऊर्जा मिलने लगा। അതിന്റെ അപ്പുറത്തൊരാളിനെ കണ്ടപ്പോ എന്റെ ഉള്ള ഊർജം കൂടെ പോയി. उनके बगल में एक व्यक्ति को मैंने देखा तो मैंने सारी ऊर्जा वहां पर नष्ट हो गई। ദൈവത്തെ മുഖമായി കണ്ടാൽ ആ വെളിച്ചം നമ്മുടെ മുഖത്ത് തിളങ്ങോ ഇല്ലയോ? और यदि आप परमेश्वर को आपके जीवन में आमना सामने देखोगे तो आपका चेहरे में उसकी किरणों से भर जाएंगे। ऐसा है या नहीं? 40 വർഷം പർവ്വതത്തിൽ ദൈവത്തോട് ചെലവഴിച്ച മോശയുടെ ത്വക്ക് തിളങ്ങി തിളങ്ങി തിളങ്ങി. പാപത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല അവിടെ. തിളങ്ങിയെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് 61 പേരും ദൈവമുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തിൽ ആ ഊർജം എടുത്തൊന്ന് നിന്ന് നോക്കിയേ. നിനക്കെതിരെ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. और मूसा को देखो तो वो 40 दिन जब परमेश्वर के पर्वत पर प्रभु के साथ जब वो वास कर रहा था, तो यदि उसके चेहरों में परमेश्वर की किरणें चमक रही थी, तो आमीन, यहाँ पर उपस्थित जितने भी लोग हैं, लगभग 61 लोग यहाँ पर उपस्थित हैं, वे प्रभु की ओर देखकर परमेश्वर से वो किरणें, वो रोशनी पाकर अपने जीवन को आगे बढ़ाएं, तो हमारे जीवन से कितने प्रभावित अवस्था में ये लोग जाएंगे। മലയാളത്തിൽ പണ്ട് സഭകളിൽ പാടും, ഇപ്പൊ ആരും പാടത്തില്ല. ഇങ്ങനെ പാട്ടുണ്ട്, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവി. ഇപ്പൊ ആരും പാടത്തില്ല. അപ്പൊ അവർക്ക് ഉറപ്പില്ല യേശു ജീവിക്കുന്നത്. मलयालम में पहले कलीसियाओं में एक गीत गाया करते थे, वो इस प्रकार से हैं कि मेरा यीशु मसीह जीवित है, इसके कारण से मैं भी जीवित रहूंगा। आजकल तो कोई गाते हुए सुनाई नहीं देता, लगता है कि उनका यीशु जीवित ही नहीं है। അല്ല, അത് ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ അല്ലേ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഈ ശദ്രക്ക്, മേശക്ക്, അഭ്യന്തരം, അവരുടെ പേര് ഹിന്ദു പേരായത്, ദൈവങ്ങളുടെ പേരാ. അത് അവരുടെ ഒറിജിനൽ പേരല്ല, വേറെ പേരാ. ഇവരെ തീച്ചൂളക്കകത്ത് ഇടാൻ വേണ്ടി രാജാവ് ഓർഡർ കൊടുത്തു. എല്ലാം സെറ്റപ്പ് ആക്കി പറഞ്ഞ് മ്യൂസിക് ഇട്ടാൽ നിങ്ങൾ വണങ്ങിക്കോണം, അല്ലെങ്കിൽ താഴും, നിങ്ങൾ പോക്കാം. और शद्रक मेशक अबेदनगो, ये जो नामें थी वे हम जानते हैं, ये हिब्री बालकों को जब वे आमीन बाबुल के देश में गए थे, वहां के अन्य जातियों के देवी देवताओं के नामों को उनको दिया गया। और ये लोग जब राजा की उस मूर्ति के सामने उन्हें दंडवत करने की आज्ञा को जब दिया गया था, तो उन्होंने उनके सामने दंडवत नहीं किए। അപ്പൊ എന്തിനു ഇവര് സംഭവം നടന്നു ഇടയ്ക്ക്. उनके बीच में एक घटना होती है। ഇത് ദൈവത്തെ കണ്ടു. इन्होंने परमेश्वर के आमीन दृश्य को देखा।
ആ ഊർജമൊക്കെ തിളങ്ങി നിൽക്കുക അന്യരാജ്യത്ത്. और उस बड़ी ऊर्जा के साथ अन्य जाति देश में वे परमेश्वर के लिए चमकते हुए अनुभव में वे खड़े हैं। ഊരാ മരുഭൂമിയിൽ 60 മുഴം എന്നെ പൊക്ക ഉള്ളണ തിളങ്ങി ഇങ്ങനെ നിൽക്കുക വിഗ്രഹം. और 60 फुट ऐसे ऊंचाई में अमीन ऐसे चमकते हुए अनुभव में वे खड़े हैं। ഇവരെ ദൈവത്തെ കണ്ടപ്പോ ഉണ്ടല്ലോ, ഇതിനെ കൂടെ കമ്പയർ ചെയ്ത് നോട്ടം നോക്കി, ഇതിനെയും ദൈവത്തെയും കൂടെ. और जब उन्होंने परमेश्वर का दृश्य को देखा तो इस मूर्ति की और परमेश्वर के साथ तुलना करते हुए वे देख रहे थे। അവര് ദൈവത്തിന്റെ തല സ്വർഗത്തിലും കാല് ഭൂമിയിലും. उन्होंने ऐसा देखा कि परमेश्वर का सिर जो है वो स्वर्ग में है और परमेश्वर के चरण जो है या पैर जो हैं वो इस पृथ्वी पर है। ऐसी दृश्य को देखते हैं ആ ഊർജത്തെ നിന്നോണ്ട് രാവിലെ പറയും, രാജാവേ നീ और ഞങ്ങള് उस തീച്ചൂളെ പോയ തമ്പുരാൻ രക്ഷിച്ചോളും, ഇല്ലെങ്കിലും ഇതിന്റെ മുമ്പ് വിഴത്തില്ല. ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്, അഖിലാണ്ടത്തിനുടയവനാണ്, ഇതിന്റെ കോടി 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 വലിപ്പമുള്ള ഞങ്ങളുടെ ദൈവം എന്ന്. और वो परमेश्वर के उस उपस्थिति को ഹല്ലേലൂയ. अनुभव करते हुए राजा से इस प्रकार से कहते हैं कि राजा, हमारा परमेश्वर हमें आपके हाथों से बचाने के लिए वो सामर्थी हैं। यदि ना भी बचाए तो भी हम तेरे इस खड़े किए मूर्ति के सामने हम दंडवत नहीं करेंगे, क्योंकि हमारा परमेश्वर इससे भी बहुत सामर्थी है। നമ്മുടെ കർത്താവിനല്ലേ വലിപ്പമുള്ളേ. हमारा परमेश्वर ही है जो ऊंचा है और बहुत विशाल है। നമ്മുടെ പ്രശ്നത്തെ കാട്ടിൽ, നമ്മുടെ തടസ്സങ്ങളെ കാട്ടിൽ, നമ്മുടെ ചെങ്കടലിനെ കാട്ടിൽ, നമ്മുടെ യോർദനെ കാട്ടിൽ, നമ്മുടെ പ്രതികൂലങ്ങളെ കാട്ടിൽ, ആവശ്യങ്ങളെ കാട്ടിൽ വലിയ നമ്മുടെ കർത്താവ്. हमारा जीवन में आने वाले लाल समुद्र जैसे समस्याओं में और हर एक संकट में भी, हमें हर एक समस्याओं के बीच में भी हमारा परमेश्वर उन सबसे महान और विशाल अवस्थाओं में देखना है हमें। കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്നും പ്രഭാതത്തിൽ മുട്ടുമ നിൽക്കണം, ദൈവത്തെ കാണണം, എന്നൊരു പ്രശ്നത്തെ നോക്കണം, മുഖാമുഖമായി സംസാരിക്കണം. അതാണ് നമ്മുടെ ഊർജവും ബലവും. परमेश्वर आपको आशीष देने पाए। हर दिन सवेरे हम प्रभु की ओर देखना है और हमारी प्रश्नों की ओर देखना है। हमारा प्रभु हमें सामर्थ्य देता है, ऊर्जा देता है, ताकि हम अपनी समस्याओं को सामना कर सकें। എന്റെ സമയമായി, ഞാൻ ഇവിടെ നിർത്തുക. और प्रभु का दास का समय समाप्त हो रहा है इस समय, और वो यहाँ पर समाप्त करते हैं। എന്റെ സമയമല്ല, എന്റെ സമയമാകുമ്പോൾ വാട്സാപ്പിൽ ഫോട്ടോ വരും. ഇത് എനിക്ക് നിർത്തുന്ന സമയമായി. പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ എൻ്റെ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ബുധനാഴ്ചയാക്കി, ബുധനാഴ്ച വ്യാഴാഴ്ചയാക്കി, വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാക്കി. അപ്പോൾ ഇന്നും ആക്ച്വലി ബുദ്ധിമുട്ടുന്നത് പൂനെ പാസ്റ്റേഴ്സ് മീറ്റിംഗ്, ബെന്നിനും പാസ്റ്റേഴ്സ് മീറ്റിംഗ് അവൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങിയത് നേരത്തെ നിർത്തിയതും സമയം ക്ഷമിക്കുക. ഞങ്ങളത് പ്രാർത്ഥിച്ച് നന്ദി. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ സജൻ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.